ഉൾപ്പെട്ടതാണ് വൈദ്യുതിയുടെ ലോകം. ഈ പാഠം കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ശാസ്ത്രാധ്യാപിക വൈദ്യുതി ഉപകരണങ്ങൾ, വൈദ്യുതി സർക്യൂട്ട്, വൈദ്യുതി ഒരു അമൂല്യമായ ഊർജ്ജമാണ് എന്നൊക്കെ പറഞ്ഞു തന്നു. അതിന്റെ ഭാഗമായി ഒരു LED ബൾബ് നിർമ്മാണത്തിൽ ഞങ്ങൾ ക്രിയേറ്റീവ് പവർ ഒത്തുചേർന്നപ്പോൾ വൈദ്യുതിയുടെ ഉപയോഗം എങ്ങനെ കുറയ്ക്കാം എന്നൊരു പാഠഭാഗം ചർച്ച ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആശയം ലഭിച്ചത്. ഞങ്ങൾ വീട്ടിലായാലും എവിടെയായാലും ഉപയോഗിക്കുന്ന പല വസ്തുക്കളും 5 സ്റ്റാർ അല്ല, എല്ലാം 4 സ്റ്റാറും 3 സ്റ്റാറും ആണ്. 5 സ്റ്റാറിലാണ് ഏറ്റവും കുറവ് വൈദ്യുതി ഉപയോഗിക്കുന്നതെന്ന് നമ്മുടെ ശാസ്ത്രാധ്യാപിക പറഞ്ഞു തന്നു. എങ്ങനെയാണ് വൈദ്യുതി ഇല്ലാത്ത ഒരു വൈദ്യുതി ഉപകരണം പ്രവർത്തിക്കുക എന്നൊരു ചിന്ത ഞങ്ങളുടെ ക്ലാസ്സിൽ ഉരുത്തിരിഞ്ഞു വന്നത്. അതിന്റെ ഭാഗമായി ഞങ്ങൾ എത്തിച്ചേർന്നപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു ആശയം പറഞ്ഞപ്പോൾ നമ്മുടെ ശാസ്ത്രാധ്യാപികയുടെയും ഹെഡ് മാസ്റ്ററുടെയും മേൽനോട്ടത്തിൽ ഞങ്ങൾ 4 7ാം ക്ലാസ്സിലെ കൂട്ടുകാർ ചേർന്ന് തയ്യാറാക്കിയതാണ് ഈ ഒരു വൈദ്യുതി ഉപകരണം. ആദ്യം നമ്മൾ ഈ സൈക്കിളിന്റെ പിന്നിലെ ടയറിന്റെ ട്യൂബ് ഊരിയെടുത്തു. പിന്നെ വേറൊരു സൈക്കിളിന്റെ ടയറിന്റെ ട്യൂബ് ഊരിയെടുത്ത് ഈ വാഷിംഗ് മെഷീനിൽ ഘടിപ്പിച്ചു. സാധാരണ വാഷിംഗ് മെഷീൻ പ്രവർത്തിക്കാൻ കുറേ വൈദ്യുതി ആവശ്യമാണ്. പക്ഷെ വൈദ്യുതി ഇല്ലാതെ എങ്ങനെ ഒരു വാഷിംഗ് മെഷീൻ പ്രവർത്തിപ്പിക്കാം എന്നതിൻ്റെ ഒരു പ്രവർത്തന മാതൃകയാണ് നമ്മളിപ്പോൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇതിൻ്റെ പ്രധാന മെച്ചം വൈദ്യുതി വേണ്ട എന്നാണ്. അതോടുകൂടി നമ്മൾ ഈ സൈക്കിൾ ഓടുമ്പോൾ നമുക്ക് വ്യായാമം ലഭിക്കും. പിന്നെ നമ്മൾ വേസ്റ്റൊക്കെ ചാടുന്നതിൽ ഒന്നാണ് ഈ വേസ്റ്റ്, അതായത് ഇലക്ട്രോണിക് വേസ്റ്റ്. ഇതൊക്കെ നമ്മൾ വെച്ച് ചാടുന്നതിന് പകരം നമുക്ക് ഇതേപോലെ പുനരുപയോഗിക്കാൻ കഴിയും. അതായത് നമുക്കൊരു റെഫ്രിജറേറ്റർ മീൻവളർത്തുന്ന ടൈമായി നമുക്ക് പുനരുപയോഗിക്കാൻ കഴിയും. ഇപ്പോഴത്തെ ആൾക്കാർ ജീവിതശൈലി രോഗമാണ് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അച്ഛനമ്മമാർ രാവിലെ വൈകുന്നേരമായി നടക്കാൻ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ചെറിയൊരു വ്യായാമത്തിന് വരെ ജിമ്മിൽ പോയി ചേരേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. ഇതിനൊക്കെ പോകുന്നതിന് പകരം ഈ സൈക്കിൾ ഒരു 1 മണിക്കൂർ ചവിട്ടുകയാണെങ്കിൽ നമുക്ക് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് പരമാവധി മുക്തിയാകാൻ കഴിയും. വ്യായാമവും ആരോഗ്യവും ഉണ്ടാകും. ഇതൊരു 10 കിലോന്റെ കല്ലാണ്. ഇതിൻ്റെ അടിയിലൊരു കല്ലും കൂടിയുണ്ട്. ഇവിടെ 2 സൈഡിലും ഒരു സ്പ്രിംഗ് ഉണ്ട്. ഇതിൻ്റെ അടിയിലാണ് ഒരു സസ്പെൻഷനുണ്ട്. ഈ സംഭവങ്ങൾ ഉപയോഗിച്ചാണ് ഈ വാഷിംഗ് മെഷീൻ ആടി ഒളിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ ഒരു തുറന്ന സർക്യൂട്ടാണ്. നമ്മൾ ഇപ്പോൾ ഇത് ഇവിടെ കണക്ട് ചെയ്യുമ്പോൾ ഇതൊരു അടച്ച സർക്യൂട്ടാണ്. അപ്പോഴാണ് നമുക്ക് ഈ സർക്യൂട്ട് പ്രകാശിക്കുന്നതായി കാണാൻ കഴിയും. ഈ ബൾബ് ഇവിടെ വെച്ച് എന്തിനാ വെച്ചാൽ ഇതിനുള്ളിലെ സാധനങ്ങൾ നമുക്ക് ക്ലിയർ ആയി കാണാനാണ്. ഈ ഉപകരണം നമ്മുടെ പഞ്ചായത്തിൽ എല്ലാ വീടുകളിലും ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടുകാരുടെ ജീവിതശൈലി രോഗങ്ങൾ പരമാവധി കുറയ്ക്കാൻ കഴിയും. നമ്മൾക്ക് ഇതിലേക്കൂടെ വെള്ളം ഒഴിക്കാൻ കഴിയും. ആ വെള്ളം ഈ കറുപ്പ് പൈപ്പിലെ കൂടെ സോപ്പ് ബോക്സിലേക്ക് പോകും. ഇതിൽ നമുക്ക് സോപ്പ് പൊടി ഇടാൻ കഴിയും. അത് സോപ്പ് പൊടിയും വെള്ളം കലർന്ന് ഈ ഡ്രമ്മിലേക്ക് പോകുന്നു.